Hello guys, I'm Swapna. I hope you all are doing well. And today's video is gonna be about our small trip from Delhi to Nainital. ചായ കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ട്രാവൽ ആരംഭിക്കാം. ശരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു, പക്ഷേ ഇപ്പോഴാണ് ഒരു ടൈം കിട്ടിയത്. സോ ആരംഭിക്കാമല്ലേ? ശരിക്കും നമ്മുടെ താമരശ്ശേരി ചുരം പോലുള്ള റോഡുകളാണ് ഇവിടെ മൊത്തം. നമ്മൾ കറങ്ങി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി വണ്ടി ഒന്ന് നിർത്തി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരാഗ്രഹം വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ ബൈക്കൊക്കെ തിരിച്ച് വീഡിയോ എടുക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. Okay, let's go. നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഒരു 3 മണിക്കൂറായി. നല്ല വിശപ്പാവുന്നുണ്ട്. ഒരു ചായ കുടിച്ച് തുടങ്ങിയ യാത്ര ഇതുവരെ ഒന്നും കഴിച്ചില്ല. അപ്പോഴാണ് കയ്യിൽ എന്തൊക്കെയോ സ്നാക്സ് ഉള്ള കാര്യം ഓർത്തിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി അത് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനും എന്തെങ്കിലും ഷോ ഓഫൊക്കെ കാണിച്ചാലോ. ഓടിക്കാൻ അറിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. വെറുതെ സ്റ്റൈലൊക്കെ കാണിച്ചുള്ള ഇരിപ്പ് കണ്ടിട്ട് തോന്നരുത് ഓടിക്കും. ഈ വണ്ടിയൊന്നും ഓടിക്കാൻ എനിക്കറിഞ്ഞൂടാ. അത് പിടിക്കുന്നത് തന്നെ കഷ്ടപ്പെട്ടാണ്. ശരിക്കും ഈ സ്ഥലം കാണുമ്പോൾ എനിക്ക് കേരളം തന്നെ ഓർമ്മ വരുന്നത് കേട്ടല്ലോ. ഏത് നോർത്ത് സൈഡാണെന്നൊന്നും എനിക്ക് ഓർമ്മയേ വരുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ പോകുന്ന പോലുള്ള അതേ ഫീലിങ്സും അതേ മരവും അതേ പച്ചപ്പും ഹരിതാപകരവും എന്നാണല്ലോ നമ്മുടെ ഒരു ചൊല്ല്. അത് മാത്രം കാണാനുള്ളൂ ഇവിടെ. എൻ്റെ ഇടയിൽ എൻ്റെ ചെറു അല്ലറ ചില്ലറ പരിപാടികളും ഉണ്ട്. ഇത് കേട്ടോ, ഈ പാമ്പ് പോലെ വരുന്നത് എൻ്റെ കൈ തന്നെയാണ്. ഒരു ചെറിയ റീലെടുക്കാൻ നോക്കിയതാണ്. ഇനിയാണ് ഗൈസ് നമ്മൾ ശരിക്കുള്ള ഒരു നൈനിത്താൾ ലേക്കിലേക്ക് നമ്മൾ പോകുന്നത്. ഇനി കാണുന്ന മൊത്തം നൈനിത്താൾ ലേക്കാണ്. ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലെ കുമേൺ റീജിയനിലെ ഹിമാലയൻ റിസോർട്ട് ടൗൺ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് നൈനിത്താൾ. ഫോർമലി ഇറ്റ്സ് എ ബ്രിട്ടീഷ് ഹിൽ സ്റ്റേഷൻ. ബട്ട് ഇവിടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന നൈനിത്താൾ ലേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇത് കാണുന്ന ലേക്ക് മൊത്തം ബോട്ടിംഗ് സൈറ്റാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഈ ലേക്കിൻ്റെ എഡ്ജിൽ നൈനാദേവി ഹിന്ദു ടെമ്പിൾ ഉണ്ട്. അവിടെ രാത്രിയിൽ എപ്പോഴും പൂജയുണ്ട്. ആ പൂജയിലൊന്ന് പോകണം. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്കത്. ഇപ്പം ഞങ്ങൾ
നിൽക്കുന്നത് നൈനിത്താളിലെ കിൽബറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഹിമാലയ ദർശൻ പോയിന്റിലാണ്. 350 കിലോ ദൂരെയുള്ള ഹിമാലയ മലനിരകളെ ഒരു വിൻറ്റേജ് ബൈനോക്കറിൽ കൂടെ കാണുക, അതാണ് ഇവിടുത്തെ പരിപാടി. ശരിക്കും ഹിമാലയ ദർശൻ വ്യൂ പോയിന്റിൽ ഒത്തിരി ആൾക്കാരുണ്ട്, ഫോട്ടോ എടുക്കുന്നവർ, അവിടെ കുതിര സവാരി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അവിടെയുള്ള ചെറുക്കന്മാരോട് വില പേശി ചെറിയൊരു പൈസയിൽ നമ്മൾ ഹിമാലയമൊക്കെ കാണാൻ വേണ്ടി പോയി നിന്നു. പക്ഷെ നല്ല മൂടൽമഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെയുള്ള താഴത്തെ ലോവസ്റ്റ് ഹിൽ റേഞ്ചിലുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടു. ആർമി ഏരിയ, പിന്നെ ഹൃതിക് റോഷൻ്റെ ജാദു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമുണ്ടല്ലോ, ആ ഫിലിമൊക്കെ എടുത്ത വീട്, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇപ്പം എന്താ ഈ കാണുന്നത്, നമ്മളുടെ മാംഗോ ഷേപ്പിൽ നമുക്ക് നൈനിത്താളിലേക്ക് കാണാൻ പറ്റും. ആ ഒരു ഏരിയയിൽ നിന്നിട്ടാണ് നമ്മളിത് കാണുന്നത്. ഈ ചെറിയ ഉറുമ്പ് പോലെ കിടക്കുന്ന കാണില്ലേ, ഇത് മൊത്തം ബോട്ടിംഗ് ആണ് കേട്ടോ. അവിടെ നടക്കുന്ന ബോട്ടിങ്സ് ആ ലേക്സ് മുകളിൽ നിന്ന് കാണുമ്പോൾ കറക്റ്റ് ഒരു മാംഗോ ഷേപ്പിലാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി അവിടെ ഒരു സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്ന ഈ ഒരു ചെറിയ സ്പോട്ട് ഉണ്ടല്ലോ, ഇതാണ് റോക്ക് ക്ലൈമ്പിംഗ് സ്പോട്ട്. ഇവിടെ ഈ കല്ലുകൾക്കിടയിലൂടെ നല്ല തണുത്ത കാറ്റ് വരും. ആ കാറ്റ് എന്തോ ഒരു പ്രത്യേകത ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. എന്താണ് എനിക്കത് ശരിക്കും മനസ്സിലായില്ല. എൻ്റെ ഹസ്ബൻഡിനോട് അവർ പറയുന്നുണ്ടായിരുന്നു. ഹിന്ദിയിൽ കുറച്ച് കടുകട്ടി വാക്ക് പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. പുള്ളി എന്തായാലും സ്പീഡിൽ കയറി പോകുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം ഇച്ചിരി ഒരു മുഷിട്ട് സ്വഭാവമൊക്കെ കാണിച്ചെങ്കിലും ലാസ്റ്റ് ദേ കയറി നിന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പ്, AC റൂമിലിരിക്കുന്ന ഒരു ഫീലിങ്. അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ ഈ നൈനാദേവി ടെമ്പിളിൻ്റെ അവിടെയുള്ള ഒരു ഗ്രൗണ്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് നൈനാദേവി ടെമ്പിളാണ്. പക്ഷെ അവിടെ ക്യാമറ അലോഡ് അല്ലായിരുന്നു. എന്നാലും ഞാൻ ആദ്യം എടുത്തൊരു വീഡിയോ ആണ് ഇത്. ടെമ്പിളിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് കാണുന്ന മലനിരകളിലെ ഒരു വ്യൂസാണ് ഇത്. ഇന്നത്തെ ദിവസം എന്തായാലും കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി, നല്ല സ്ഥലങ്ങൾ കണ്ട്. ഇനി റെസ്റ്റ് എടുക്കാൻ ടൈമായി. ഇനി നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. എന്തായാലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ഒരു ചെറിയ കമൻറ്റും, ഇത് മാത്രം മതി. ഓക്കെ, ടാറ്റ, ബൈ.